ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്. 9 വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് എത്തുമ്പോൾ അതിന് ലക്ഷ്യങ്ങൾ ഏറെയുണ്ട് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ട സാഹചര്യമുണ്ട്. ഒരിക്കൽ ഇന്ത്യ പാലസ്തീനുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്നുവെങ്കിൽ പിന്നീട് ഇസ്രായേലുമായുള്ള ബന്ധം ശക്തിപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഒരു സുഹൃത്തല്ല, മറിച്ച് സഹോദരനാണ് തനിക്ക് മോദി എന്ന നിലയിൽ ഉള്ള പ്രതികരണം ആയിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ സാഹചര്യം കൂടി ആണ് എടുത്തു പറയേണ്ടത്. എന്തായാലും പ്രതിരോധം, സുരക്ഷ, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവ ഏറ്റവും പ്രധാനമായും ഈ ചർച്ചയുടെ ഭാഗമായി വരുന്നു. സാമ്പത്തിക സഹകരണം, വ്യാപാരം, അതിർത്തി കടന്നുള്ള പണം അടയ്ക്കൽ ഉൾപ്പെടെയുള്ളവയും ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പ്രതിരോധ രംഗത്ത് അടക്കം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പ്രതിരോധ രംഗത്ത് ഒരുപക്ഷെ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന സംവിധാനങ്ങൾ, ഇപ്പോൾ അയൺ ഡോം പോലെയുള്ള പ്രതിരോധ കവചങ്ങൾ ഒക്കെ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതിനെ മറികടന്നുകൊണ്ടാണ് ഹമാസിൽ നിന്നുള്ള ആക്രമണം ഉണ്ടായത് എന്ന് പറയുമ്പോൾ പോലും അത്തരം സാങ്കേതിക കൈമാറ്റം പോലെ ഉള്ള കരാറുകൾ കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കൂടിക്കാഴ്ചയാണ്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീവ്രവാദത്തിനെതിരെ ഉള്ള ഒരു നിലപാട് ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഒരു ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇസ്രായേൽ പാർലമെന്റിൽ അഭിസംബോധന ചെയ്യുന്നത്. മോദിയുടെ പ്രസംഗം കഴിയുമ്പോഴേക്കും മുഴുവൻ അംഗങ്ങളും എണീറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത്രമാത്രം ഹൃദയത്തിൽ തൊടുന്നതായിരുന്നു. കാരണം ഇസ്രായേലും ഇന്ത്യയും നേരിടുന്നത് ഒരേ തരത്തിലുള്ള ഭീകരവാദമാണ്. ആ പ്രശ്നത്തിൽ ഒരുമിച്ച് ഇരു രാജ്യങ്ങളും കൈകോർത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങളുടെ വേദന എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അവിടെ തീവ്രവാദത്തെ തുരത്തുന്നതിന് ഏതറ്റം വരെയും പോകാൻ ഇസ്രായേലുമായി കൈകോർക്കും. വലിയ സൗഹൃദമുള്ള രാജ്യമാണ്. മറിച്ച് നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം തന്നെയാണ് വന്നത്. മോദി സഹോദര തുല്യനാണ് എന്ന വാക്കുകളാണ് നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രതിരോധ രംഗത്ത് മാത്രമല്ല, കാർഷിക രംഗം, വാണിജ്യ രംഗം, ധന ഇടപാടുകൾ, അങ്ങനെ പല കാര്യങ്ങളിലും പുതിയ കരാറുകൾ ഉണ്ടാകാൻ പോകുന്നു. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രതിരോധ രംഗത്ത് തന്നെ അയൺ ഡോമിൻ്റെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറാം. ഇറാൻ ഇതുവരെ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ അണ്വായുധവുമായി ബന്ധപ്പെട്ട്, ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ തള്ളുന്ന ഒരു നിലപാടിലാണ് ഇറാൻ നിൽക്കുന്നത്. ഇറാൻ്റെ തീരത്ത് അമേരിക്കയുടെ വലിയ കപ്പൽപ്പട തന്നെയുണ്ട്. മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലുമായി അമേരിക്ക അവരുടെ സൈനിക താവളങ്ങളിൽ കൂടുതൽ സൈനികരെ ഇറക്കുന്നുണ്ട്. അങ്ങനെ യുദ്ധത്തിന് സജ്ജമായി നിൽക്കുന്ന കാര്യം അമേരിക്കയും ഇസ്രായേലുമായുള്ള ബന്ധം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ നീക്കങ്ങൾ, അതും ലോകരാജ്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കാണുന്നു. റഷ്യ ആകട്ടെ ഇറാനുമായി വലിയ സഖ്യത്തിലാണ്. സംയുക്ത സൈനിക അഭ്യാസം അവരും നടത്തുന്നുണ്ട്. അങ്ങനെ ആക്രമണമുണ്ടായാൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ മുക്കുന്നതിനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് ഖമേനി ആവർത്തിച്ച് പറയുന്നു. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോകുന്നത്. മാത്രമല്ല, ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ 2023 ഹമാസിൻ്റെ ആക്രമണത്തെ അദ്ദേഹം അപലപിച്ചു എന്ന് മാത്രമല്ല, അതിക്രൂരം എന്ന വാക്കാണ് നരേന്ദ്രമോദി ഉപയോഗിച്ചത്. ഇന്ത്യയിലെ മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ ചേർത്ത് വെച്ചുകൊണ്ടാണ്, ഈ 2 ആക്രമണങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് മോദിയുടെ പ്രസംഗമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വലിയ കയ്യടിയോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കുന്നു. 9 വർഷത്തിനിടെ ഇത് 2ാം തവണയാണ് പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് പോകുന്നത്. ഇത്തവണ വലിയ കരാറുകളിലേക്ക് കാര്യങ്ങൾ മാറുന്ന സാഹചര്യം കൂടിയുണ്ട്. അഭിലാഷ്, അതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കുന്ന ഒട്ടേറെ യുദ്ധസാമഗ്രികൾ ഉണ്ട്. അത് പ്രധാനമായും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് തീവ്രവാദത്തിനെതിരെ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇന്ത്യയുടെ എക്കാലത്തെയും ഒരു നയം എന്നത് നമ്മൾ ഒരു രാജ്യത്തെയും അവിടേക്ക് ആക്രമിക്കില്ല എന്നുള്ളതാണ്. മറിച്ച് ഇന്ത്യയിലേക്ക് ആക്രമണം ഉണ്ടായാൽ മാത്രമായിരിക്കും തിരിച്ചടിക്കുക എന്നതാണ്. പക്ഷേ നിരന്തരമായി ഇന്ത്യയുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദ ശക്തികൾ ഇന്ത്യയിലേക്ക് കടന്നു വരികയും ആക്രമണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ ആ നിലയിൽ അധികവും പ്രയോജനപ്പെടുത്തുന്നത്. അതിനിടയിലാണ് വി വിനോദ് സൂചിപ്പിക്കുന്ന പോലെ തീവ്രവാദത്തിന് എതിരെ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന
ധാരണയിലേക്ക് എത്തുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ തീവ്രവാദികളായി കാണുന്നത് ഹമാസ് ഉൾപ്പെടെയുള്ള ശക്തികളെ ആണ്, ഹിസ്ബുള്ള പോലെയുള്ള ശക്തികളെയാണ്, ഹൂതി വിമതരെ അടക്കം ആണ്. അവരുടേത് ഭീകരപ്രവർത്തനം എന്നതാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ സഹകരണം ശക്തിപ്പെടുത്തുന്ന നിലപാടിലേക്ക് പോകുന്നത്. മാത്രവുമല്ല, ഒരു രാജ്യത്തിൻ്റെ വിദേശകാര്യ നയം എന്നത് അങ്ങനെ എഴുതപ്പെട്ട ഒന്നൊന്നുമല്ല. ലോകക്രമം മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ ചില രാജ്യങ്ങളുമായി അടുത്ത സൗഹൃദം പുലർത്തും, ചിലപ്പോൾ ആ സൗഹൃദങ്ങൾ നഷ്ടമായേക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇപ്പോൾ ഇസ്രായേലുമായി വലിയ അടുത്ത ബന്ധം തന്നെയാണ് പുലർത്തുന്നത്.